നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാൽനട യാത്രക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് പൊരുതി നഴ്സ്. VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ നഴ്സ് ദീപമോളാണ് ജീവന്റെ മാലാഖയായത്. KSRTC ബസ്സിടിച്ച് ഗുരുതരാവസ്ഥയിലായ കാൽനട യാത്രികയെയാണ് ദീപമോൾ രക്ഷപ്പെടുത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് KSRTC ബസ്സിൽ ദീപ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് തുറവൂരിന് സമീപത്ത് വെച്ച് അപകടം നടന്നത്. ബസ്സിടിച്ച് അബോധാവസ്ഥയിലായ ശോഭനയെ കണ്ടയുടൻ ദീപ ബസ്സിൽ നിന്നിറങ്ങി പ്രാഥമിക ശുശ്രൂഷ നൽകി. നാഡിമിടിപ്പ് കുറഞ്ഞതോടെ തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നില ഗുരുതരമായതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്തു. എന്നാൽ രക്തസ്രാവം കൂടുതലായതിനാൽ VPS ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ദീപ നിർദ്ദേശിക്കുകയായിരുന്നു. യാത്രയിലുടനീളം ശ്വാസോച്ഛ്വാസം നിലനിർത്താൻ ആംബാഗ് ഉപയോഗിച്ച് ദീപ തുടർച്ചയായി CPR നൽകി. ലേക്ക് ഷോറിൽ എത്തിച്ച ഉടൻ വിദഗ്ധ ചികിത്സ നൽകി. ന്യൂറോ സർജിക്കൽ ICUവിലേക്ക് മാറ്റി. പക്ഷേ പരിക്കുകൾ ഗുരുതരമായതിനാൽ തൊട്ടടുത്ത ദിവസം ശോഭനയ്ക്ക് ജീവൻ നഷ്ടമായി. തലയിലെ പരിക്ക് ഗുരുതരമാണെന്ന് അറിയാമായിരുന്നെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ദീപ. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എന്തായാലും പേഷ്യന്റിനെ തിരിച്ച് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹെഡ് ആൻഡൊക്കെ എത്രത്തോളം ആണെന്നും ന്യൂറോ സർജറി എത്രത്തോളം ആണെന്നും എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പേഷ്യന്റ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എനിക്ക് ഏറ്റവും അടുത്ത് ഫീബിളായിട്ടുള്ള ഹോസ്പിറ്റൽ ഇത്. അത്രയും ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പേഷ്യന്റ് എന്തായാലും മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് ചീത്ത കണ്ടീഷനായിരുന്നു പേഷ്യൻ്റെ. ഒരു ദിവസം രണ്ട് മക്കളെ അടുത്ത് അവർക്ക് ജീവൻ നിന്നുകൊണ്ട് ഒരു ദിവസം രണ്ടുപേരും അടുത്ത് കാണാൻ പറ്റുക. എന്തായാലും അവർക്ക് അവയർ ഉണ്ടാകും, മക്കളെടുത്തുണ്ടാകും. VPS ലേക്ക് ഷോർ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ളയും ജീവനക്കാരും ദീപമോളുടെ ധൈര്യത്തെയും പെട്ടെന്നുള്ള പ്രവൃത്തിയെയും പ്രശംസിച്ചു. ശോഭനയുടെ കുടുംബവും ദീപയ്ക്ക് നന്ദി പറഞ്ഞു. അപകടത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക് 24. US മലയാളി സംഘടന വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഫാമിലി നൈറ്റ് സംഘടിപ്പിച്ചു. വ്യത്യസ്തമായ പരിപാടികളോടെ ന്യൂയോർക്കിലെ മൗണ്ട് പ്ലസന്റ് കമ്മ്യൂണിറ്റി സെന്ററിലായിരുന്നു പരിപാടി. അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനകളായ ഫൊക്കാനയിലും ഫോമയിലും ഒരുപോലെ പ്രാതിനിധ്യമുള്ള സംഘടനയാണ് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ. ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സംഘടനയാണിത്. സെക്രട്ടറി നിരീഷ് ഉമ്മൻ ആമുഖ പ്രസംഗത്തിൽ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. മൂന്നാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ തോമസ് കോശി അമേരിക്കൻ മുഖ്യധാരാ രാഷ്ട്രീയത്തിലും 2 പതിറ്റാണ്ടിലേറെയായി സജീവമാണെന്ന് കോർഡിനേറ്റർ ചെറൻസൺ തോമസ് ചൂണ്ടിക്കാട്ടി. സ്നേഹം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നിവയിൽ വേരൂന്നി 50 വർഷങ്ങൾ പിന്നിടുന്ന ഈ സംഘടനയിൽ ഇന്നുവരെ ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ലെന്ന് പ്രസിഡന്റ് തോമസ് കോശി വ്യക്തമാക്കി. കെട്ടുറപ്പോടെ ഈ കമ്മ്യൂണിറ്റി വളർത്തിയെടുത്ത മുൻ തലമുറക്കാരെ ഫാദർ പോൾ ചെറിയാൻ പ്രഭാഷണത്തിൽ സ്മരിച്ചു. പൊതുസമ്മേളനത്തെ തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളോടെ കുടുംബസംഗമം അവസാനിച്ചു. 24 USA. ദമാമിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പാക് 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ടോപ്പേഴ്സ് അവാർഡുകൾ സമ്മാനിച്ചു. ദമാം അൽ വഫ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ദമാമിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പാക്കാണ് 2024-25 അധ്യയന വർഷത്തെ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ടോപ്പേഴ്സ് അവാർഡുകൾ നൽകി അനുമോദിച്ചത്. ദമാം അൽവഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു അവാർഡുകൾ സമ്മാനിച്ചത്. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഉന്നത വിജയം നേടാൻ പ്രചോദനമായ സ്കൂളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സുഫീൽ തോമസ്, ഡോക്ടർ രേഷ്മ വീരാൻകുട്ടി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സൗദി ജൂനിയർ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലപ്പുറം സ്വദേശിയായ അഫാൻ സുലൈമാൻ അലിക്കും ഡോക്ടറേറ്റ് നേടിയ അധ്യാപികയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയുമായ ഡോക്ടർ റാബിയ റോബിക്കും ഡിസ്പാക്കിന്റെ ആദരവ് സമ്മാനിച്ചു. ഡിസ്പാക് ചെയർമാൻ നജീം ബഷീർ ടോപ്പേഴ്സ് അവാർഡ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നജീബ് അരഞ്ഞിക്കൽ അധ്യക്ഷനായിരുന്നു. EK സലീം, ആലിക്കുട്ടിയുള്ള വട്ടൂർ, C അബ്ദുൽ ഹമീദ്, ജമാൽ വില്യാപ്പള്ളി, ആൽബിൻ ജോസഫ്, ഹനീഫ തലശ്ശേരി, ഷബീർ ചാത്തമംഗലം, റഷീദ് ഉമർ, മുഹസിൻ ദാദ്, നൌഷാദ് തഴവ, അനിൽകുമാർ, ഷിഹാബ് കൊയിലാണ്ടി, മുസ്തഫ തലശ്ശേരി, ഹസ്നൈൻ, മജീദ് കൊടുവള്ളി, സുബൈർ ഉദ്നൂർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു.
പ്രവിശ്യയിലെ പ്രശസ്ത നൃത്യവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മനോഹര നൃത്യങ്ങളും റൌഫ് ചാവക്കാട്, ദേവനന്ദ എന്നിവർ അവതരിപ്പിച്ച ഗാനങ്ങളും ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. ഡിസ്പാക്ക് ഭാരവാഹികൾ ടോപ്പേഴ്സ് അവാർഡ് സംഗമത്തിന് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി താജു അയ്യാറിൽ സ്വാഗതവും ട്രഷറർ ആസിഫ് താനൂർ നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദബ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയങ്ങളിൽ ഒന്നായ ലുലു IT ട്വിൻ ടവർ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഫോ പാർക്ക് ഫേസ് 2-വിൽ 500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനവും ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നടത്തി. A big round of applause. $1,500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിൽ കടമ്പറയാറിന്റെ തീരത്തെ പച്ചപ്പിന് ചുറ്റുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ IT ഓഫീസ് സമുച്ചയം. 12.74 ഏക്കറിൽ 30 നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. 35 ലക്ഷം ചതുരശ്ര അടിയിലാണ് ട്വിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഓട്ടോമാറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസെറ്റ് ഹെലിപാഡ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. 3200 കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് അടക്കം 3 നിലകളിലായി 4800 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാം. വികസനത്തിന് ഭരണപ്രതിപക്ഷമില്ലാതെ കൈകോർക്കാമെന്ന് ലുലു ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ വികസനം എന്നത് ഗവൺമെന്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല. നമ്മുടെ നാടിന് വികസനം ഉണ്ടായേ തീരും. ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക, പിന്തുണ നൽകുക. ബംഗളൂരു, ഹൈദരാബാദ് എന്നീ IT നഗരങ്ങളിലേക്ക് സംസ്ഥാനത്തെ IT പ്രൊഫഷണലുകൾ ചേക്കേറുന്നതിന് ട്വിൻ ടവർ ബദലാകും. സംസ്ഥാനത്തിന്റെ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ കൂടി വികസനത്തിന്റെ മുഖമാകും ട്വിൻ ടവർ. സംസ്ഥാനത്തിന്റെ IT ഹബിലേക്ക് ട്വിൻ ടവർ കൂടി കടന്നുവരുന്നതോടെ വൻ അവസരങ്ങളുടെ വാതിലുകളാണ് തുറക്കുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 2-വിൽ 7000 പേർക്ക് തൊഴിലവസരം ലഭിക്കുന്ന പുതിയ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ ലുലു ചെയർമാൻ MA യൂസഫ് അലി പ്രഖ്യാപിച്ചു. മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തന്റേടവും കഴിവുമുള്ള യുവതി യുവാക്കളാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങുന്നത്. ലുലു ട്വിൻ ടവർ യാഥാർത്ഥ്യമായതോടെ കൊച്ചി സ്മാർട്ട് സിറ്റിയിലേക്കും പുതിയ സംരംഭങ്ങൾക്ക് വഴി തുറക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ P രാജീവ്, GR അനിൽ, PK കുഞ്ഞാലിക്കുട്ടി, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിതിൻ അംബുജൻ, 24 കൊച്ചി. അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഓഫീസിൽ പാർട്ടി നടത്തിയ 4 ജീവനക്കാരെ പുറത്താക്കി എയർ ഇന്ത്യ. എയർ ഇന്ത്യ സാറ്റ്സിന്റെ ഗുരുഗ്രാം ഓഫീസിലാണ് ദുഃഖാചരണം എന്ന നിലയ്ക്ക് പാർട്ടി സംഘടിപ്പിച്ചത്. വ്യോമയാന മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി അടുത്ത ആഴ്ച യോഗം ചേരുന്നുണ്ട്. അഹമ്മദാബാദിൽ 274 പേരുടെ ജീവനെടുത്ത അപകടം നടന്ന് ദിവസങ്ങൾക്കകം ഓഫീസിൽ ആഘോഷം സംഘടിപ്പിച്ചതിനാണ് നടപടി. എയർ ഇന്ത്യ സാറ്റ്സിലെയും എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിലെയും 4 ജീവനക്കാരോടും കമ്പനി രാജി എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കമ്പനി CFO ഉൾപ്പെടെ മുതിർന്ന ജീവനക്കാർ പങ്കെടുത്ത പാർട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ജീവനക്കാരുടെ പെരുമാറ്റം കമ്പനിയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് എയർ ഇന്ത്യ സാറ്റ്സ് പ്രതികരിച്ചു. അതിനിടെ അഹമ്മദാബാദ് ഉൾപ്പെടെ അടുത്തിടെ രാജ്യത്തുണ്ടായ വ്യോമയാന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി യോഗം ചേരുന്നത്. ജൂലൈ 8 നടക്കുന്ന യോഗത്തിലേക്ക് ബോയിംഗ് കമ്പനി പ്രതിനിധി, വ്യോമയാന സെക്രട്ടറി, DGCA, DG ഉൾപ്പെടെയുള്ളവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്തു വരികയാണ്. അന്വേഷണത്തിൽ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിയുടെ വിദഗ്ധനെ നിരീക്ഷകനാക്കാനും ഇന്ത്യ അനുവദിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനം. ഡൽഹിയിലെ AAIB ലാബിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. 24 ഡൽഹി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുഭാംശു ശുക്ലയുടെ യാത്ര എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശു ശുക്ലയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത്. ശുഭാംശു ശുക്ലയുടെ യാത്ര ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ നിലയത്തിലെ വിശേഷങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് അതിരുകളില്ലെന്നും ഇന്ത്യ മനോഹരമെന്നും ശുഭാംശു ശുക്ല. തന്റെ ആദ്യ പരീക്ഷണം വിത്തുകോശങ്ങളിൽ ആകുമെന്നും
ബഹിരാകാശ നിലയത്തിൽ ഉറക്കമടക്കമുള്ള നിസ്സാര കാര്യങ്ങൾ ഏറെ ശ്രമകരമെന്നും ശുഭാൻഷു പ്രധാനമന്ത്രിയോട് പറഞ്ഞു. बहुत अच्छा लग रहा है, बहुत नया एक्सपीरियंस है ये और कहीं ना कहीं बहुत सारी चीजें ऐसी हो रही हैं जो दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है. ये जो मेरी यात्रा है ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है ये सिर्फ मेरी नहीं है. मुझे लगता है कहीं ना कहीं हमारे देश की भी यात्रा है. बिकॉज जब मैं छोटा था मैं कभी सोच नहीं पाया कि मैं एस्ट्रोनॉट बन सकता हूँ. രാജ്യത്തു നിന്നും അകലെയെങ്കിലും ശുഭാൻഷു ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണെന്നറിയിച്ച പ്രധാനമന്ത്രി ആക്സിയാൻ 4 ദൗത്യത്തിന് മുഴുവൻ ഇന്ത്യക്കാരുടെയും പേരിൽ ആശംസകൾ നേർന്നു. 140 करोड़ भारतवासियों की भावनाएं भी हैं. मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है. ഇന്ത്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതിൽ അഭിമാനം. കഠിനാധ്വാനം ചെയ്താൽ രാജ്യത്തിന് ഏറെ മുന്നേറാം. ആകാശത്തിന് അതിരുകളില്ലെന്നും യുവതലമുറയോട് ശുഭാൻഷു. 24 ഡൽഹി. ചില മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ മറികടന്ന് സ്കൂളുകളിൽ സൂംബ ഡാൻസ് നിർബന്ധമാക്കുന്ന നിലപാടിൽ ഉറച്ച സർക്കാർ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുമെന്നും രാഷ്ട്രീയമെങ്കിൽ നേരിടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നിലപാടിനെ പിന്തുണച്ചും എതിർത്തും സംഘടനകൾ രംഗത്തെത്തി. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ ചില മുസ്ലിം സംഘടനകൾ വിമർശനം തുടരുമ്പോഴും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടാണ്. സൂംബയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ലഹരിയേക്കാൾ കൊടിയ വിഷമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സൂംബയെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തിയപ്പോൾ സൂംബ അടിച്ചേൽപ്പിക്കരുതെന്നും എതിർക്കുന്നവരുമായി ചർച്ച വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. ഇതിനകത്ത് ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം. അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിലില്ല. വിദ്യാലയങ്ങളിലെ സൂംബയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. സൂംബ ഡാൻസ് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സക്കാഫി എളമരത്തിന്റെ പ്രതികരണം. കുട്ടികളുടെ പഠനത്തെയും അച്ചടക്കത്തെയും ധാർമ്മികതയൊക്കെ പ്രതികൂലമായി ബാധിക്കാനാണ് കൂടുതൽ സാധ്യത. അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാവേണ്ട ഒരാദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബന്ധമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ തകർന്ന് ഒരു കളിയുടെയും തമാശയുടെയും അവസ്ഥയിലേക്ക് മുതിർന്ന കുട്ടികൾ മാറാൻ പാടില്ല. ഇങ്ങനെ സൂംബയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ ശക്തമാവുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തിരികെ വാർത്തകളിലേക്ക്. ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ചു. സെക്കൻഡിൽ പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്നും അപകടനില തരണം ചെയ്തു തിരിച്ചുവരുമെന്നും മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതേസമയം ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നതായി പറയുന്നു. ആരോഗ്യസ്ഥിതി ചെറിയ രീതിയിൽ വഷളായിരുന്നെങ്കിലും MRI സ്കാനിൽ പുരോഗതി രേഖപ്പെടുത്തിയതായി ആശുപത്രിയിലെത്തി ഡോക്ടേഴ്സുമായി സംസാരിച്ച ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സഖാവ് VSന്റെ ആരോഗ്യനില ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നത്. MRI സ്കാനിങ് ഇപ്പോൾ നടത്തി. അപ്പോൾ ബ്രെയിനിന് വലിയ കുഴപ്പമില്ല എന്ന നിലയിലാണ് കണ്ടത്. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കാര്യമുള്ളത്. MRI സ്കാൻ റിസൾട്ട് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, സ്റ്റേബിളായിട്ട് വെക്കുകയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച് ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും.
അടിയന്തരാവസ്ഥക്കാലത്ത് ചേർത്ത വാക്കുകളിലൂടെ ഭരണഘടനയുടെ ആത്മാവിനെ മാറ്റിയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. ഭരണഘടന മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതിനെ ചോദ്യം ചെയ്താണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രംഗത്ത് വന്നത്. ഭരണഘടനയുടെ ആമുഖം മാറ്റാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ആമുഖം ഭേദഗതി ചെയ്തത് ഭരണഘടനാ നിർമ്മാതാക്കളോടുള്ള വഞ്ചനയെന്ന് ഉപരാഷ്ട്രപതി. Who at that time, the darkest period emergency, were in captivity without access to justice system and fundamental rights. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റിന്റെ ആവശ്യമില്ലെന്നും മതേതരത്വം ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാതലല്ലെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ദത്തത്രേയ ഹൊസബലയുടെ ആവശ്യത്തെ പിന്തുണച്ചു. മോദി 10 തവണ പിറന്നാലും ഭരണഘടനയെ തൊടാനാവില്ലെന്നും RSS ശ്രമങ്ങളെ കോൺഗ്രസ് ചെറുക്കുമെന്നും KC വേണുഗോപാൽ. ആ പൂതി നടക്കാൻ പോകുന്നില്ല. അത്തരം ഒരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല. ശിവരാജ് ചൗഹാൻ അത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതേസമയം ഭരണഘടന ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിധി പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. 24 ഡൽഹി. കോഴിക്കോട് സ്വദേശിനി ഖത്തറിൽ അന്തരിച്ചു. കുറ്റ്യാടി സ്വദേശി ഊരത്തുകണ്ടി മാമിയാണ് അന്തരിച്ചത്. പരേതനായ CM കുഞ്ഞബ്ദുള്ള ഹാജിയുടെ ഭാര്യയാണ്. മകന്റെ കൂടെ ഖത്തറിൽ താമസിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഹമ്മദ് ജനറൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇറാനിയൻ മിസൈൽ ആക്രമണത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് സംശയിക്കുന്ന അസാധാരണമായ വസ്തുക്കൾ കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഖത്തർ ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങൾ ആവശ്യപ്പെട്ടു. സംശയാസ്പദമായ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അതിൽ തുടരുതെന്നും അടുത്ത് പോകരുതെന്നും മന്ത്രാലയങ്ങൾ നിർദ്ദേശിച്ചു. തിരികെ വാർത്തകളിലേക്ക്. തൃശൂർ റോഡിലെ കുഴിയിൽ വിടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചമേന്തി പ്രതിഷേധിച്ചു. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചത്. അമ്മ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്ന് പ്രതീകാത്മക ശവമഞ്ചമേന്തിയായിരുന്നു UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. സമരം കോർപ്പറേഷൻ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് തിരുത്തിക്കൊണ്ട് നഗരങ്ങളിലെ കുഴിയടയ്ക്കാനുള്ള ഒരു പ്രവണതയല്ല, മറിച്ച് മേയർ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേട്ടു കാണും. എന്താ മേയർ പറഞ്ഞത്? അദ്ദേഹം കുഴിയിൽ വീണിട്ടല്ല മരിച്ചത്, കുഴി കണ്ടപ്പോൾ വണ്ടി തെറ്റിച്ചുകൊണ്ട് ബസ്സിനടിയിലേക്ക് പോയെന്ന്. ഇന്നലെ പ്രതീകാത്മക ബലിതർപ്പണം നടത്തി BJPയും പ്രതിഷേധിച്ചു. അതിനിടെ തിങ്കളാഴ്ച തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരും. അപകടമരണം ഉയർത്തിക്കാട്ടി കൗൺസിൽ യോഗം പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. 24 തൃശൂർ. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി വീണ്ടും മറുപടി നൽകി. രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നടപടിയിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് അങ്ങനെയേ പെരുമാറാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു. സ്കൗട്ട്സ് പരിപാടിയിൽ നിന്നിറങ്ങിപ്പോയ മന്ത്രി V ശിവൻകുട്ടി അനാദരവ് കാട്ടിയെന്ന ഗവർണർ കത്തിന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. മന്ത്രി V ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല മന്ത്രി ചടങ്ങിനെത്തിയത്. ഭരണഘടനാ ബാഹ്യമായ കൊടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അതേ സംഭവിച്ചിട്ടുള്ളൂവെന്നും കത്തിൽ വിശദീകരിച്ചു. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഔപചാരിക പരിപാടികൾ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്ന് ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രി കത്തിലൂടെ ഗവർണറോട് ആവശ്യപ്പെട്ടു. ഇത് 2ാം തവണയാണ് RSS ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ സർക്കാർ ഗവർണറോട് വിയോജിപ്പ് അറിയിക്കുന്നത്. അപ്പോൾ ഗവർണറെ രാഷ്ട്രപതി തുടങ്ങിയ ആളുകളെ നമ്മൾ കാണുന്ന വേറൊരു തരത്തിലാണ്. ഞാനിങ്ങനെ പോയപ്പോൾ പ്രൈവറ്റായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്തൊരു ന്യായവുമില്ല. കാരണം രാജ്യത്തിൻ്റെ പൊതുവായ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ആളുകൾ വിവിധ മതവിശ്വാസമുള്ളവരുണ്ട്, വിവിധ രീതികളുണ്ട്. അതെല്ലാം വ്യക്തിപരമായ അവരുടെ പ്രൈവറ്റായ കാര്യങ്ങൾ. കേരള സർവകലാശാല സെൻട്രൽ ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകി. രജിസ്ട്രാറുടെ ചുമതല നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. സംഘാടകർ നിബന്ധന ലംഘിച്ചുവെന്ന് PROയും സെക്യൂരിറ്റി ഓഫീസറും റിപ്പോർട്ട് നൽകിയിരുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് ഓഫീസിലെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പരിപാടി റദ്ദാക്കിയെന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പ്രതിസന്ധി എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 24 പുറത്തുവിട്ടതിന് പിന്നാലെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ്. ഹാരിസിനോട് വിശദീകരണം തേടുമെന്ന് DME ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറയുന്നു. സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു. പിന്നീടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. നടപടി ഉണ്ടായിക്കോട്ടെ, നടപടി ഉണ്ടാക്കി. ഞാനെന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് തന്നെ എനിക്ക് മടുത്തിരിക്കുകയാണ്. ഇനി അതിനകത്ത് നടപടികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ. നമ്മൾ നാണക്കേട് കാണിച്ച സത്യങ്ങൾ മൂടി വയ്ക്കുന്നത് എന്തിനാണത്? ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി വീണ ജോർജ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയ അല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. ഇക്കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയെന്നും വിശദീകരിക്കുന്നു. ആരോഗ്യമേഖലയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പിന്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.